കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്ന് മുഹൂർത്തം എടുത്തിട്ട് 1 മണിക്കൂർ മുഹൂർത്തം വേണം. അത് റീൽസ് എടുക്കാനാണ്. റീൽസ് സീരിയസ്ലി പറയാണ്, റീൽസ് എടുക്കാൻ വരെ. അപ്പൊ കല്യാണം എന്ന് പറയുന്ന ഒരു റീൽസ് എടുക്കൽ പ്രക്രിയയായിട്ട് എന്നുവെച്ചാൽ ഇവർക്ക് ഇതെങ്ങനെയല്ല ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് മാക്സിമം ലൈക്ക് എന്റെ കല്യാണത്തിൽ കൂട്ടണം എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ആ പണ്ട് മുതലേ ആളുകൾ ഇതൊരു പവിത്രമായ ചടങ്ങായിട്ടും നമ്മുടെ ജീവിതത്തിൽ, അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആകെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് പാർട്ട്ണറെ മാത്രമേ ഉള്ളൂ, ലൈഫ് പാർട്ട്ണറെ. അച്ഛനെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല, അമ്മയെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല, പിന്നെ മക്കളെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല, അവരെ സഹോദരങ്ങളെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. ആകെ ഒരു ലൈഫ് പാർട്ട്ണർ എന്നുള്ള നിലയിൽ നമുക്ക് അത് നമ്മൾ വളരെ വയസ്സായിട്ട് തിരഞ്ഞെടുക്കുകയും വളരെ ട്രഡീഷണൽ ആയിട്ട് കല്യാണം നടക്കുകയും. പ്രത്യേകം എനിക്ക് തോന്നുന്നു ഈ ഹൈന്ദവ വിശ്വാസികളാണ് ഈ ആചാരങ്ങളിൽ ഒരു കൃത്യതയില്ലാതെ വരുന്നത്. കാരണം മറ്റുള്ളവരെ എന്ന് വെച്ചാൽ അവർ ചെറുതിലെ മുതലേ പഠിക്കുന്നുണ്ട്, അവരുടെ മതഗ്രന്ഥങ്ങൾ അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനുവേണ്ടി അവർ ഒരു സമയം ജീവിതത്തിൽ വെച്ചിട്ടുണ്ട്. ക്രിസ്തുമത വിശ്വാസികളാണെങ്കിൽ അങ്ങനെ. ഈ ഹൈന്ദവ വിശ്വാസികൾ ശരിക്കും പറഞ്ഞാൽ സന്ധ്യാനാമം പോലും പല വീടുകളിലും ജപിക്കാറ്. എൻ്റെ വീട്ടിൽ ചെയ്യാറുണ്ട്, എൻ്റെ കുട്ടികളെ കൊണ്ട് ഞാൻ നിർബന്ധിച്ച് അത് ചെയ്യാറുണ്ട്. പക്ഷേ പല വീടുകൾ, അപ്പോൾ അതുകൊണ്ട് ഈ ആചാരങ്ങൾ എന്തുമാർക്കും പറഞ്ഞു കൊടുക്കുന്നത് പോലെ ചെയ്യാം. ഞാൻ കോഴിക്കോട് ഒരു കല്യാണത്തിന് പോയപ്പോൾ ആ കല്യാണത്തിന് മനോഹരമായി അലങ്കരിച്ച ഒരു മണ്ഡപം, ചുറ്റും നിലവിളക്കുകളൊക്കെ വെച്ചിട്ട് മനോഹരമായിട്ട് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി ദുബൈയിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്. അപ്പോൾ ഈ കുട്ടി കല്യാണം കഴിഞ്ഞു, കന്യാദാനം നിർവഹിച്ചു. എന്നിട്ട് പെൺകുട്ടിയുടെ ഇടത് കൈയിൽ ഒരു താളത്തിൽ പുടവയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പുള്ളി ഇങ്ങനെ പിന്നെ ഇതിന് പ്രദക്ഷിണം വെച്ചു. അപ്പോൾ ആദ്യത്തെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഈ സാരിയുടെ തുമ്പൊന്നാടിയാൽ ഈ നിലവിളക്കിൽ തട്ടി തീ പടരും. അപ്പോൾ ഈ കുട്ടി വളരെ ശ്രദ്ധിച്ച്, ഈ സർക്കസുകാരൊക്കെ മറ്റേ കയറിൽ പോകുന്ന പോലെ ഭയങ്കര ശ്രദ്ധിച്ചിങ്ങനെ ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കി. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഈ കല്യാണം കഴിച്ച പയ്യൻ്റെ പെങ്ങൾ അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ സാരിയുടെ തുമ്പെടുത്തിട്ട് ആ കയ്യിൽ ആദ്യത്തെ പ്രദക്ഷിണം കഴിഞ്ഞപ്പോൾ കയ്യിലൊന്ന് ചുറ്റിക്കൊടുത്തിട്ട് പിന്നെ 2 പ്രദക്ഷിണം ആ കുട്ടി നിസ്സാരമായിട്ട് പൂർത്തിയാക്കി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കൊച്ചി വരേണ്ടതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നു. അപ്പോൾ ചെറിയ മഴ ചാറുന്നുണ്ട്, ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു ഒരു ഗ്ലാസ് ഡോറിൻ്റെ അവിടെ. അപ്പോൾ തൊട്ടപ്പുറത്ത് കുറേ പ്രായമുള്ളവർ സംസാരിക്കുകയാണ്. അതിലൊരാൾ പറയുകയാണ്, എൻ്റെ മകളുടെ കല്യാണത്തിന് ആ സാരി കൈ ചുറ്റുന്ന കാര്യം ചെയ്തിരുന്നില്ല എന്ന്. അപ്പോൾ പ്രായമുള്ള ഒരാൾ പറഞ്ഞു കൊടുക്കുക, അത് അത്യാവശ്യമായിട്ട് ചെയ്യണം, ഉടുത്ത സാരി ഉടുക്കാൻ പോകുന്ന സാരി തമ്മിൽ സ്പർശനമുണ്ടായാലേ ദാമ്പത്യ ജീവിതം തന്നെയാവുള്ളൂ. എന്തിനു ചുറ്റിയതാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നവർക്കറിയാം, ദൂരെ ഇരുന്നവർക്ക് ഇത് മനസ്സിലായിട്ടില്ല. അടുത്ത കല്യാണത്തിന് ഇത് കേട്ട 2 പേർ പോയിട്ട് അവതരിപ്പിക്കും, ഇതാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ദാമ്പത്യ ജീവിതം തന്നെയാണെങ്കിൽ ആദ്യത്തെ പ്രദക്ഷിണം കഴിഞ്ഞ് വരുമ്പോൾ സാരി എടുത്ത് കൈ ചുറ്റണമെന്ന് പറഞ്ഞാൽ കുറെ കാലം കഴിയുമ്പോൾ ഇതൊരു ആചാരമായി മാറും. ട്രഡീഷണൽ ആയിട്ട് പണ്ട് കല്യാണങ്ങൾ നടത്താറുണ്ട്. ഒന്നത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. ഈ കല്യാണ വീട്ടിൽ പോയാൽ 100 പേര് അഭിപ്രായങ്ങൾ പറയും, ഒരാൾ ട്രഡീഷണൽ ആയിട്ട് പറയും. ഞാൻ ഓർക്കുന്നത് ഈ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കല്യാണ രീതികൾ പറഞ്ഞു കൊടുക്കാനോ പഠിപ്പിക്കാനോ ആളുകളില്ല. അത് നമ്മുടെ ആചാരങ്ങൾ കുഞ്ഞിലെ മുതലേ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ബാക്കി എന്ത് ചടങ്ങിൽ എന്തും ചെയ്തു. പക്ഷെ കല്യാണത്തെ നിങ്ങളൊരു പവിത്രമായ ചടങ്ങായി കണ്ട് അവിടെ ഇത്തരമുള്ള അനാവശ്യമായിട്ടുള്ള പരിപാടികൾ മാറ്റിയിട്ട് അത് ആ ഒരു പർട്ടിക്കുലർ ടൈം നിങ്ങൾ ബാക്കി റീൽസും ഒക്കെ മാറ്റി വെച്ചിട്ട് ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും പറഞ്ഞാൽ ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു പ്രവചനം അല്ല. ജ്യോതിഷം എന്ന് പറയുന്നത് സൂചനകളാണ്, മുൻകരുതലുകൾ എടുത്താൽ മാറ്റപ്പെടാൻ കഴിയുന്ന സൂചനകൾ. എന്ന് വെച്ചാൽ ഇപ്പോൾ വിമാനാപകടത്തിൽ മുൻകരുതലെടുത്താൽ മാറ്റാൻ പറ്റത്തില്ല, അവിടെ മേളിയുടെ അപകടം പറ്റിയാൽ പോയതാണ്. പക്ഷേ ഈ മരണം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ ഈ 120 വയസ്സ് പരമായുസ് എന്ന നിലയിലാണ് അതിൽ എഴുതപ്പെട്ട് വെച്ചിട്ടുള്ളത്. അതൊരു ശരിക്കും പറഞ്ഞാൽ പല ടൈം എഴുതിയിട്ടുണ്ട്. ഓരോ ദശാസന്ധികളിലും ഈ സമയത്ത് നിങ്ങൾക്ക് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഈശ്വരഗത്യ തൽസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഇത്ര വയസ്സ് വരെ എന്നുള്ള നിലയിൽ എഴുതിയിട്ടുണ്ട്. ശരിക്കും ഇത് പല ജ്യോത്സ്യന്മാരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതൊരു പ്രവചനമാണെന്ന് കരുതുമ്പോഴാണ് ആ പ്രശ്നം വരും. ഇപ്പം ഞാനിത് പറഞ്ഞു തീരുന്നത് വരെ ഇവിടെ ഇരിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തന്നെ അത്ര വലിയ ഉറപ്പില്ല. പലപ്പോഴും ഈ ജ്യോതിഷത്തിലൊരു പ്രശ്നം, ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ വിവർത്തനം ചെയ്തിട്ട് അത് പലതരത്തിൽ പലരും അവതരിപ്പിക്കാറുണ്ട്. അതൊരു ജ്യോതിഷത്തിൻ്റെ ഒരു പ്രശ്നമല്ല ആ രീതിയിൽ അവതരിപ്പിക്കുന്നത്. ഈ ആയുസ്സിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. ഓരോ ആളുകൾ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതും. ഇതൊരു ആയുസ് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഞാൻ പണ്ട് ആലോചിക്കായിരുന്നു, ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ ആയുസൊക്കെ കറക്റ്റായിട്ട് പ്രവചിക്കാൻ പറ്റും. എൻ്റെ അമ്മാവനോ ആരോ ഒരാൾ 65-ാമത്തെ വയസ്സിൽ മരിക്കുമെന്ന് പറഞ്ഞു. 65-ാമത്തെ വയസ്സിൽ മരിച്ചു. 65-ാമത്തെ വയസ്സ് വെച്ചാൽ പർട്ടിക്കുലർ ബർത്ത്ഡേക്കല്ല, ആ ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞു. വലിയ വിശ്വാസിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം പിന്നീട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ 65 വയസ്സിൽ മരിച്ചു പോകും എന്ന് എഴുതിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ഒരു 64 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ഇദ്ദേഹം വളരെ വലിയ ആശങ്കയിലായി, ഭയങ്കര ടെൻഷനായിട്ട് ഇദ്ദേഹം കുടിക്കാൻ തുടങ്ങി, പിന്നെ മദ്യപാനിയായി, അദ്ദേഹത്തിന് പ്രശ്നമായി, ലിവർ പോയി മരിച്ചു. അപ്പോൾ 2 രീതിയിലെടുക്കാം, 65 വയസ്സ് മരിക്കുമെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? എന്തിനാണ് നമ്മൾ നമ്മുടെ മരണം അറിയാൻ പോകുന്നത് എനിക്ക് മനസ്സിലായില്ല. നമ്മളുള്ള കാലത്ത് വെറുതെ പോയിട്ട് ഈ നെഗറ്റീവുകൾ കേൾക്കാൻ പോകാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ. മരണം അറിഞ്ഞിട്ട് നമുക്ക് എന്ത് സാധിക്കണം? നമ്മൾ ജീവിക്കുന്ന കാലത്ത് അങ്ങനെ ജീവിക്കും. അപ്പോൾ ശരിക്കും വിമാന അപകടം, ഇപ്പോൾ ഭൂകമ്പം ഉണ്ടായി മ്യാൻമറിൽ, ഞാൻ ഇന്ന് രാവിലെ കാണുന്ന 1000 പേരോളം മരിച്ചു എന്നുള്ളതാണ്. അതിൽ
എല്ലാവരുടെയും ആയുസ് ചിലപ്പോൾ ജാതകത്തിൽ നോക്കിയാൽ പല ആയുസായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ 120 വയസ്സ് പരമായുസ്. പിന്നെ ഇന്നത്തെ കാലത്ത് ആലോചിച്ച് നോക്കൂ, ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ആളുകൾ, നമ്മൾ ഇന്ന് ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയ എടുത്താൽ 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ പെട്ടെന്ന് അറ്റാക്ക് വന്നിട്ട് മരിക്കുകയാണ്. നമ്മളൊരു പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, പണ്ട് കാണുന്ന എങ്ങനെ പ്രായമുള്ള ആളുകളുടെ മരണമായിരുന്നുവെങ്കിൽ ഇന്ന്. അപ്പോൾ ഇത് കാലഘട്ടത്തിന്റെ ഒരു മാറ്റം കൂടാണ്. നമ്മളുടെ ആഹാര രീതികളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്, നമ്മളുടെ ജീവിതചര്യകളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്, നമുക്ക് വ്യായാമങ്ങൾ ഇല്ല. അപ്പം നമ്മൾ ആ 120 വയസ്സ് പരമായുസ് എന്ന് പറഞ്ഞിട്ട് ഇന്നും അതേപോലെ ജ്യോതിഷത്തെ ഗണിക്കുന്നതിൽ ഒരു ശരിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും രണ്ടാണ്. പുരാണമിത്യേനവ സാധു സർവം എന്നൊരു പദ്യമാണ്. അതായത് പുരാണത്തിൽ പറയുന്നതെല്ലാം നിങ്ങൾ അങ്ങ് സത്യമാണെന്ന് വിചാരിക്കരുത്, അതിലെ ആശയമാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മഹാഭാരതത്തിൽ യുദ്ധസമയത്ത് ബാർബറിക് എന്നൊരു കഥാപാത്രത്തെ പറ്റി പറയുന്നുണ്ട്. പലരും കേട്ടിട്ട് ഉള്ള കഥാപാത്രമല്ല. ഭീമസേനന്റെ മകന്റെ മകനാണ് ഈ ബാർബറിക്. ഘടോൽക്കജന്റെ മകനാണ് ബാർബറിക്ക്. യുദ്ധത്തിൽ ഭീമസേനെ പരാജയപ്പെടുത്തി കഴിയുമ്പോഴാണ് അറിയുന്നത് തന്റെ മുത്തച്ഛനെയാണ് താൻ പരാജയപ്പെടുത്തിയത്. അതായത് ബാർബറിക്കിനെ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു യോദ്ധാവാണ്, കഴിവുള്ള ആളാണ്. ഇത് മനസ്സിലാക്കിയ കൃഷ്ണൻ ബാർബറിക്കിനെ കൂടെ നിർത്തണം എന്ന് ആദ്യം ഒന്ന് ആഗ്രഹിച്ചു. ആ പാണ്ഡവരെല്ലാം ആഗ്രഹിച്ചു ബാർബറിക്കിനെ കൂടെ നിർത്തണമെന്ന്. അപ്പൊ ബാർബറിക്കിന്റെ അമ്മ, ഘടോൽക്കജന്റെ ഭാര്യ, ബാർബറിക്കിനോട് ചോദിച്ചു, മോനെ, നീ ഈ പാണ്ഡവ കൗരവ യുദ്ധത്തിൽ നീ ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ബാർബറിക്ക് പറഞ്ഞു, ഞാൻ ദുർബലരായിട്ടുള്ള ആളുകളുടെ ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ മറുപടി മനസ്സിലാക്കിയ കൃഷ്ണൻ, ഞാൻ ചില ബുദ്ധികളൂടെ പറയുന്നത്, ഈ ഭാഗവതം നമുക്ക് തരുന്ന ചില ബുദ്ധിപരമായ നീക്കങ്ങളും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമായിട്ടുള്ള ചില ബുദ്ധി നീക്കങ്ങളാണ്. ഞാൻ ദുർബലരായിട്ടുള്ള ആളുകളുടെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ കൃഷ്ണൻ ഇത് അറിഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനെ നമ്മുടെ കൂടെ നിർത്തണ്ട. കാരണം എന്താണ്? അപ്പൊ നമ്മളെല്ലാം ചിന്തിക്കുക, അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന്. അതായത് ഇവൻ പാണ്ഡവപക്ഷത്ത് വന്നിട്ട് യുദ്ധം ചെയ്യുമ്പോൾ, അപ്പൊ അവൻ അയാൾ പാണ്ഡവപക്ഷത്ത് അദ്ദേഹം ഇല്ലെങ്കിലും പാണ്ഡവപക്ഷത്തുണ്ടെങ്കിലും യുദ്ധം ചെയ്യുമ്പോൾ സ്വാഭാവികമായി കൗരവർ ദുർബലരാകും. അപ്പൊ ഇവൻ എന്ത് ചെയ്യും? അവരുടെ പക്ഷത്തേക്ക് പോകും. കാരണം അവൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കെന്താണ്? ആരാണോ ദുർബലർ ഞാൻ അവരോടൊപ്പമായിരിക്കും യുദ്ധം ചെയ്യുക, അവരോടൊപ്പമായിരിക്കും നിൽക്കുക. അപ്പോൾ കൗരവരും പാണ്ഡവരും ഏറ്റുമുട്ടുമ്പോൾ കൗരവർ ബലഹീനരാകുമ്പോൾ, ദുർബലരാകുമ്പോൾ ഇവൻ കൗരവപക്ഷത്തേക്ക് പോയി പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യും. അതുകൊണ്ട് അവനെ നമ്മുടെ പക്ഷത്തേക്ക് എടുക്കണം. ഇത് ഒരു ശരിക്കും പറഞ്ഞൊരു യുദ്ധതന്ത്രവുമാണ്. ഇപ്പോൾ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു നല്ലൊരു എന്താ പറയുക, ഒരു മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ്. ഒരു ലൈഫ് മാനേജ്മെന്റ് ഉണ്ട്, ബിസിനസ് മാനേജ്മെന്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് അതിനകത്ത് പഠനങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ ഭക്തി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ സയൻസ് പഠിക്കില്ലെന്ന് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. സയൻസും പഠിക്കണം, ഭക്തിയും വേണം. അങ്ങനെ ഒരു തലമുറ ഉയർന്നു വരാൻ അതിടയായി തീരും.